ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, FIIs ഇന്ത്യൻ സ്റ്റോക്കുകൾ പലപ്പോഴായിട്ട് വിറ്റഴിക്കുകയാണ്. ഈ ഒരു സിനാരിയോ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വലിയ സെൽ ഓഫ് കണ്ട് പല റീറ്റെയിൽ നിക്ഷേപകരും മാർക്കറ്റ് ഇടിയുമോ എന്നുള്ള ഒരു പേടി അവർക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മാർക്കറ്റ് ഈ ഒരു പണമൊഴുക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആരും കാണാത്ത ഒരു വലിയ അവസരം ഇവിടെ രൂപപ്പെടുന്നുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ സെക്ടർ വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് കാണിക്കുന്നത്. ഈ ഡിമാൻഡ് മാർക്കറ്റ് ഇതുവരെ പൂർണ്ണമായിട്ട് വിലയിരുത്തിയിട്ടില്ല. ഇന്ന് ഈ ഒരു സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തെ എങ്ങനെ അവസരമാക്കാം, ഈ ശക്തമായിട്ടുള്ള ഓട്ടോ സ്റ്റോക്ക് റാലിയിൽ എങ്ങനെ നിങ്ങൾക്ക് പങ്കാളികളാകാം, ഈ ഒരു ഡൊമസ്റ്റിക് കുതിപ്പ് നിഫ്റ്റിയെ ഒരു പുതിയ ഉയരത്തിലേക്ക് എങ്ങനെ നയിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള എന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. ദ ഗ്രേറ്റ് ഡിസ്കണക്ട്, മാർക്കറ്റിലെ ആശയക്കുഴപ്പം. ഈ അവസരം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ആദ്യം മാർക്കറ്റിലെ ഇപ്പോഴത്തെ ആശയക്കുഴപ്പം കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. 2025 ഭൂരിഭാഗം സമയത്തും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായിട്ട് സെല്ലിംഗ് മോഡിലായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാം പലപ്പോഴായിട്ട് കണ്ടതാണ്. ഫസ്റ്റ് ക്വാർട്ടറിലും അതുപോലെ തന്നെ ഏതാണ്ട് തേർഡ് ക്വാർട്ടറിലും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് അത്തരത്തിലുള്ള ഒരു സെൽ ഓഫ്. ഒക്ടോബറിൽ ഈ ഒരു പ്രഷർ അല്പം കുറഞ്ഞെങ്കിലും ഈ വർഷത്തെ അവരുടെ വിൽപ്പന വലിയൊരു ആശങ്കയായിട്ട് നമുക്ക് മുമ്പിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇത് നിഫ്റ്റി 50 ഒരു നിർണായക ഘട്ടത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇൻഡെക്സ് ഉയർന്ന ലെവലിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻ 26,000 ആ ഒരു ലെവലിന്റെ താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത്. ആ ഒരു ലെവലിൽ പിടിച്ചു നിൽക്കാൻ പലപ്പോഴും മാർക്കറ്റ് പ്രയാസപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. നിലവിലെ ഗ്ലോബൽ സാഹചര്യം നോക്കുമ്പോൾ ഈ ഒരു ചെറിയൊരു പ്രഷർ സ്വാഭാവികമാണ് എന്നുള്ളതാണ് പറയുന്നത്. ചില പ്രധാനപ്പെട്ട ഗ്ലോബൽ പ്രോബ്ലങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം ക്രൂഡ് ഓയിൽ വിലയിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുന്നു. റഷ്യയിലെ ഏറ്റവും വലിയ 2 എണ്ണ കമ്പനികളായിട്ടുള്ള റോസ്നെഫ്റ്റിനും ലൂക്കോയിലും എതിരെ US കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഗ്ലോബൽ എണ്ണ വിലയിലും ഇൻഫ്ലേഷനിലും വർധനയുണ്ടാകുമെന്ന ഒരു ഭയം കൂടി സൃഷ്ടിക്കുകയുണ്ടായി. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഇന്ത്യ ഇത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ലെങ്കിലും പ്രഷർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ US ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നുണ്ട്. വലിയൊരു അനിശ്ചിതത്വത്തിന് ഇത് കാരണമാകുന്നുമുണ്ട്. ഇന്ത്യൻ റിഫൈനറികൾ ഇതിനകം തന്നെ ലീഗൽ റിസ്കുകൾ വിലയിരുത്തുന്നുണ്ട്. ഇത് ഡിസ്കൗണ്ടിലുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ വലിയ കുറവുണ്ടാക്കാനും നമ്മുടെ ഇക്കണോമിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യ US ട്രേഡ് ഡീൽ ഒരു നല്ല ന്യൂസ് ആണ്. പക്ഷേ എന്താകും എന്നൊരു അവസ്ഥയിലാണ് ഉള്ളത്. കരാർ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് വളരെ അടുത്തു എന്ന റിപ്പോർട്ടുകളാണുള്ളത്. ഈ വർഷം അവസാനത്തിനുള്ളിൽ ഈ ഒരു കരാറുകൾ പ്രാബല്യത്തിൽ വരും. ചില ഇന്ത്യൻ കയറ്റുമതിക്ക് മേലുള്ള 50% താരിഫ് കുറയ്ക്കാൻ സാധ്യതയുള്ള ഈ ഡീൽ വലിയ മാറ്റത്തിന് കാരണമായേക്കും. എന്നിരുന്നാലും വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞതുപോലെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ ഒരു കരാറിന് തയ്യാറാവില്ല. മാത്രമല്ല, നേതാക്കൾ തമ്മിലുള്ള ഫൈനൽ മീറ്റിംഗ് ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല. അതിനാൽ ഒരു ഡീലിന്റെ സാധ്യത ഒരു പോസിറ്റീവ് സൂചനയാണെങ്കിലും ഉയർന്ന താരിഫുകളും റഷ്യൻ ഓയിൽ ഇറക്കുമതിയെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളും മാർക്കറ്റിനെ പിന്നോട്ട് വലിക്കുന്നു. അതുകൊണ്ട് തന്നെ FIIയുടെ കനത്ത വിൽപ്പന ഓയിൽ വിലയിലെ ഫ്ലക്ച്വേഷൻസ് ഏതാണ്ട് ഉറപ്പിച്ചതും എന്നാൽ പൂർണ്ണമാകാത്തതുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ ഇവയൊക്കെ നിലവിലെ സാഹചര്യം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. ഇത് മാർക്കറ്റിലെ ഭയത്തിന് കാരണമാക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് മാർക്കറ്റ് മുന്നോട്ട് പോകാൻ ഒരു മടി കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ദ പിവറ്റ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കാണാത്ത ആ ഒരു യാഥാർത്ഥ്യം. എന്നാൽ FII സെല്ലിങ്ങും ഗ്ലോബൽ ന്യൂസുകളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു നമ്മുടെ കാറിന്റെ റിയൽ വ്യൂ മിററിൽ നോക്കി വണ്ടി ഓടിക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ മുന്നിലുള്ള റോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മുന്നിലുള്ളത് നമ്മുടെ സ്വന്തം ഡൊമസ്റ്റിക് ഹീറോകൾ ഒരുക്കുന്ന ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധമാണ്. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, DISഉം ഇന്ത്യൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും FIIകൾ വിൽക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു മനക്കരുത്. FIIകൾ വിൽക്കുമ്പോൾ DIകൾ തുടർച്ചയായി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഗ്രോത്തിനുള്ള അവരുടെ വിശ്വാസം തെളിയിച്ചുകൊണ്ട് അവർ സപ്ലൈ ഏറ്റെടുക്കുകയാണ്. അടുത്തിടെ ഒരു ദിവസം FIIകൾ വലിയ വിൽപ്പന നടത്തിയപ്പോൾ DIകൾക്ക് ഏകദേശം 3,893 കോടി രൂപയുടെ സ്റ്റോക്കുകൾ വാങ്ങാൻ കഴിഞ്ഞു. മാർക്കറ്റിൽ നിർണായകമായിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകാനും അവർ അതിലൂടെ ശ്രമിച്ചു. ഇതാണ് മാർക്കറ്റിന്റെ വലിയ ഒരു കോൺട്രഡിക്ഷൻ. ഗ്ലോബൽ റിസ്കുകൾ കാരണം ഫോറിൻ മണി പുറത്തേക്ക് ഒഴുകുന്നു. എന്നാൽ റിയൽ ഇക്കണോമിയെ അടുത്ത് നിന്ന് കാണുന്ന ഡൊമസ്റ്റിക് മണി ഇങ്ങോട്ട് ഒഴുകുന്നു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കാണാത്ത എന്തോ ഒന്ന് അവർ കാണുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പൊ എന്റെ തിയറി വളരെ സിമ്പിൾ ആണ്. നിലവിലെ ഗ്ലോബൽ പ്രശ്നങ്ങളെക്കാൾ വളരെ ശക്തമാണ് ഇന്ത്യൻ ഡൊമസ്റ്റിക് എക്കണോമിയുടെ ഫണ്ടമെന്റൽസ്. അതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള തെളിവ് ഒരു സെക്ടറിൽ ഉയർന്നു വരുന്നു. അതാണ് ഓട്ടോമൊബൈൽസ്. അപ്പൊ നമുക്ക് ആ ഒരു തെളിവുകളിലേക്ക് കിടക്കാം. ഓട്ടോ സെക്ടറിലെ ആ ഒരു കുതിപ്പ് എന്താണ്? ഒരു നിമിഷം ഈ ഒരു വലിയ എക്കണോമിക് ഫിയേഴ്സ് എല്ലാം മറന്ന് ഗ്രൗണ്ട് ലെവലിലെ ആ ഒരു കണക്കുകളിലേക്ക് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഓട്ടോ സെക്ടർ വെറുതെ കരകയറുകയല്ല, അത് കുതിച്ചുയരുകയാണ്. ഉത്സവ സീസണിൽ പല കാറ്റഗറികളിലും റീറ്റെയിൽ സെയിൽസ് ശക്തമായ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് നമ്മൾ കണ്ടത്. ഇതൊരു പ്രവചനമല്ല, ഇതിപ്പോൾ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് ഈ ഒരു കുതിപ്പിന് കാരണം? ഡൊമസ്റ്റിക് എലമെന്റ്സുകളുടെ ഒരു മികച്ച കോമ്പിനേഷനാണ്. ഒന്നാമതായിട്ട് ഫെസ്റ്റിവൽ സീസൺ ഡിമാൻഡ് വളരെ ശക്തമാണ്. ഇത് കൺസ്യൂമർ കോൺഫിഡൻസ് സ്വാഭാവികമായിട്ടും ഉയരുന്ന സമയമാണ്. ഈ സീസണിലെ കണക്കുകൾ പ്രതീക്ഷകളെ മറികടക്കുന്നതായിട്ട് സൂചിപ്പിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് 2025 സെപ്റ്റംബറിലെ വാഹന നിർമ്മാതാക്കൾ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ വെഹിക്കിൾ വിഭാഗം കഴിഞ്ഞ വർഷത്തെ
അപേക്ഷിച്ച് വിൽപ്പനയിൽ കാര്യമായിട്ടുള്ള വർധന കാണിച്ചു. മഹീന്ദ്രയും ഓട്ടോ സെഗ്മെന്റിൽ മികച്ച വളർച്ചയോടെ നല്ല നമ്പറുകൾ പോസ്റ്റ് ചെയ്തു. ഇത് കാറുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഫെസ്റ്റിവൽ സീസൺ ഡിമാൻഡും അനുകൂലമായിട്ടുള്ള GST മാറ്റങ്ങളും കാരണം ഒക്ടോബറിൽ 2 വീലറുകളുടെ രജിസ്ട്രേഷനും ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന പ്രതിമാസ കണക്കിലെത്തി. ശക്തമായ ഫണ്ടമെന്റൽസും ഈ കുതിപ്പിന് സഹായകരമാകുന്നു. സാധാരണ നിലയിലുള്ള മൺസൂൺ റൂറൽ ഏരിയകളിലെ കൺസ്യൂമർ സെന്റിമെന്റിന് മികച്ച ഒരു സപ്പോർട്ടും നൽകുകയുണ്ടായി. ഇത് ട്രാക്ടറുകളുടെയും 2 വീലറുകളുടെയും വിൽപ്പനയിലും ഒരു പ്രധാന ഘടകമായിട്ട് മാറി. അതിനു പുറമെ എക്സ്പോർട്ട് മാർക്കറ്റും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഈ ഒരു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പാസഞ്ചർ വാഹനങ്ങളുടെ കയറ്റുമതി 18.4% വർദ്ധിച്ചു. മാരുതി സുസുക്കി ഏതാണ്ട് 40% ഗ്രോത്തോടെ ഈ ഒരു മുന്നേറ്റത്തിന് നേതൃത്വം നൽകി. ഇത് മേക്ക് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്ക് സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ശക്തമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടെന്ന് കാണിച്ചു. ഒരു ഓട്ടോ ബൂം ഇക്കണോമിയിൽ വലിയൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. ഇത് സ്റ്റീൽ, റബ്ബർ, ഓട്ടോ കോമ്പണൻസ് എന്നിവയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഫിനാൻസിംഗ് കമ്പനികളുടെ വരുമാനം കൂട്ടുന്നു. ഇത് കൺസ്യൂമർ കോൺഫിഡൻസിന്റെയും അവരുടെ ചെലവഴിക്കാനുള്ള കഴിവിന്റെയും നേരിട്ടുള്ള സൂചകമാണ്. അപ്പൊ നമ്മളിപ്പോൾ കാണുന്നത് ശക്തമായിട്ടുള്ള ഡൊമസ്റ്റിക് കൺസംഷൻ നയിക്കുന്ന ഒരു റാലിയാണ്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് പലിശ നിരക്കും എണ്ണവിലയെ കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ ഇന്ത്യൻ കൺസ്യൂമർ ഷോറൂമുകളിലേക്ക് നടന്നു കയറും. ഇതാണ് മറഞ്ഞിരിക്കുന്ന ആ ഒരു അവസരം. എന്റെ സ്ട്രാറ്റജി ഇതാണ്. നിഫ്റ്റി 26,500 ഗ്രൂപ്പിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ ട്രേഡിംഗ് പ്ലാൻ ആയിട്ട് ഇതെങ്ങനെ ഒരു പ്രാക്ടിക്കൽ ട്രേഡിംഗ് പ്ലാൻ ആയിട്ട് മാറ്റാം? ഇത് നിഫ്റ്റിയുടെ 26,000 എന്ന ടാർഗറ്റുകളെ എങ്ങനെ ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങൾ നേരിടുന്ന വിവിധ സെക്ടറുകൾ ഉൾക്കൊള്ളുന്ന നിഫ്റ്റി ഇൻഡെക്സിനെ ബ്ലൈൻഡ്ലി വാങ്ങുക എന്നതല്ല ഈ ഒരു സ്ട്രാറ്റജി. ശക്തിയുടെ ഉറവിടത്തിൽ, അതായത് ഓട്ടോ സെക്ടറിൽ നേരിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഓട്ടോ ബൂം തുടരുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ മൊത്തത്തിൽ ഉയർത്തുന്ന ഒരു പ്രധാന ഘടകമായി മാറുമെന്നാണ് കരുതേണ്ടത്. ഇതിന് പിന്നിലെ ലോജിക്ക്, ഇൻഡെക്സിൽ ഓട്ടോ സെക്ടറിന് നല്ല വെയിറ്റേജ് ഉണ്ട്. ഇതിന്റെ പെർഫോമൻസ് മറ്റ് സെക്ടറുകളിലും പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ ഉണ്ടാകും. നിലവിലെ മാർക്കറ്റ് അനാലിസിസ് അനുസരിച്ച് നിഫ്റ്റിയുടെ തൊട്ടടുത്ത റെസിസ്റ്റൻസ് 26,100 എന്നാൽ ശക്തമായിട്ടുള്ള ഒരു ട്രിഗർ ഇൻഡെക്സിന് 26,500 എന്ന ടാർഗറ്റിലേക്ക് തീർച്ചയായിട്ടും എത്തി. ഈ ഒരു ട്രിഗർ ഓട്ടോ സെക്ടറിന്റെ ആ ഒരു കുതിപ്പിനെ വിശ്വസിച്ചാണ് നമ്മൾ കണ്ടുവെക്കുന്നത്. ഇവിടെ ഒരു പേഴ്സണൽ സ്ട്രാറ്റജിക് അപ്രോച്ച് ഇതാണ്. ഈ സെക്ടറിലെ ലീഡേഴ്സിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. പാസഞ്ചർ വെഹിക്കിൾസ്, 2 വീലർ സെഗ്മെന്റുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ അനലൈസ് ചെയ്യുന്നു. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള വിൽപ്പന കണക്കാക്കുമ്പോൾ നിലവിലെ ലീഡേഴ്സ് ആരാണെന്ന് കാണിച്ചത്. രണ്ടാമതായിട്ട്, ഒരു സ്റ്റോക്കിൽ മാത്രം റിസ്ക് എടുക്കാതെ ഈ ഗ്രോത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിഫ്റ്റി ഓട്ടോ ETF ഒരു മികച്ച ഓപ്ഷനാണ്. ഇത് മുൻനിര ഓട്ടോ അനുബന്ധ സ്റ്റോക്കുകളെ ഒരു ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. അതുവഴി സെക്ടറിലെ മൊത്തത്തിലുള്ള മുന്നേറ്റം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കാവുന്നതാണ്. രണ്ടാമതായിട്ട്, റിസ്ക് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം? എനിക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിലും പെട്ടെന്നുള്ള ഒരു ഗ്ലോബൽ റിസ്കുകളെ കുറിച്ച് ഞാൻ ബോധവാനാണ്. എണ്ണവിലയിൽ പെട്ടെന്നൊരു കുതിച്ചുചാട്ടമോ അല്ലെങ്കിൽ ട്രേഡ് ചർച്ചകളിലെ പരാജയമോ ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൽ ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കിയേക്കാം. അതിനാൽ ഒറ്റയടിക്ക് മുഴുവൻ ക്യാപിറ്റലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. അതിനാൽ മാർക്കറ്റിലെ ഇടിവുകളെ അവസരങ്ങളായി കണ്ട് സ്ട്രാറ്റജിക്കലായിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല രീതി. നിഫ്റ്റി 26,500 വഴി ഡൊമസ്റ്റിക് കൺസംഷനിലൂടെയാണ്. ഓട്ടോ സെക്ടർ ഫുൾ പവറിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് കോർപ്പറേറ്റ് ഏർണിംഗ്സ് വർദ്ധിപ്പിക്കുകയും GDP പ്രവചനങ്ങൾ മെച്ചപ്പെടുത്തുകയും സംശയത്തോടെ മാറി നിൽക്കുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ പോലും ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. FII സെല്ലിംഗ് കുറയുന്നതിന്റെ സിഗ്നലുകൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. അവർ സെല്ലേഴ്സിൽ നിന്നും ബയേഴ്സ് ആയിട്ട് മാറിയാൽ മാർക്കറ്റിലെ കുതിപ്പ് വളരെ വലുതായിരിക്കും, വളരെ വേഗത്തിലായി. അപ്പൊ ഇനി ഒരു കൺക്ലൂഷനിലേക്ക് കടക്കാം. നിലവിലെ മാർക്കറ്റ് ഒരു വലിയ വൈരുദ്ധ്യം അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ FIIയുടെ ഒരു സെൽ ഓഫും അതുപോലെ തന്നെ ഗ്ലോബൽ ആശങ്കകൾ കാരണം മൊത്തത്തിലൊരു ഭയമുണ്ട്. എന്നാൽ അതിനിടയിൽ ഓട്ടോ സെക്ടറിലെ ശക്തമായിട്ടുള്ള കുതിപ്പ് നയിക്കുന്ന ഒരു ഡൊമസ്റ്റിക് ഗ്രോത്തിന്റെ ഒരു പവർഫുൾ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് നമുക്കൊക്കെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഒരു യഥാർത്ഥ അവസരം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫോറിൻ ഫണ്ട് നമ്മുടെ മാർക്കറ്റ് വിടുന്നതിനെ കുറിച്ച് ഹെഡ്ലൈനുകൾ സംസാരിക്കുമ്പോൾ സ്മാർട്ട് മണി നമ്മുടെ കാർ ഷോറൂമുകളിലെ ആക്ടിവിറ്റീസിലാണ് ശ്രദ്ധിക്കുന്നത്. ഇന്ത്യൻ കൺസ്യൂമറുടെ ശക്തിയാണ് നമ്മളുടെ മാർക്കറ്റിന്റെ ട്രംപ് കാർഡ്. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലാൻ പടുത്തുയർത്തിയിരിക്കുന്നത്. ഡൊമസ്റ്റിക് ശക്തിയിൽ വിശ്വസിക്കുക, ഓട്ടോ റാലിയുടെ ലീഡേഴ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഫോറിൻ ഫണ്ടിന്റെ ചാഞ്ചാട്ടങ്ങളിലല്ല മറിച്ച് ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിയുടെ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു നിഫ്റ്റി കുതിപ്പിനായിട്ട് നമുക്കും തയ്യാറെടുക്കാം. പക്ഷേ ഇത് എന്റെ ഒരു അനാലിസിസ് മാത്രമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠന വിധേയമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു സ്റ്റഡി നടത്തി ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങൾ ഓട്ടോ സെക്ടറിൽ ബുള്ളിഷ് ആണോ? ഈ ഡൊമസ്റ്റിക് ശക്തിക്ക് ഗ്ലോബൽ പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും ഹൈ ബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കല്ലേ. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് മിസ്സാകില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.